ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മുടെ One UI മെയ് 2026 അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ആക്ച്വലി ഇത് ഓട്ടോമാറ്റിക് ഇന്നലെ രാത്രി അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഒരു സ്മോൾ അപ്ഡേറ്റ് ആണ്, മെയിനായിട്ട് വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ S24 സീരീസുകൾക്ക് S24 തൊട്ടുള്ള സീരീസുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതിന് താഴെയുള്ളതാണെങ്കിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ അതിനുള്ള താഴെ മോഡൽസുകളാണ് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് അയക്കുന്നത്. അതിനുശേഷം പിന്നെ ഗ്രീൻ ലൈൻ വന്നിട്ടിലേക്ക് തോന്നുന്ന പാനൽ മാറിയതുകൊണ്ടായിരിക്കാം. അപ്പോൾ പിന്നെ ആ ഇഷ്യൂ പിന്നെ ഇല്ല. സാംസങ്ങിലെല്ലാം മിക്ക ഫോണുകളിലും ഇപ്പോൾ അത് കാണാനില്ല. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ സാംസങ് S23 യൂസറൊക്കെ ആണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ അപ്ഡേറ്റ് ഒരു പതുക്കെ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഡയറക്റ്റ്ലി ചെയ്യാട്ടോ. എന്ന് വെച്ചാൽ ആക്ച്വലി സെക്യൂരിറ്റി മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സെക്യൂരിറ്റി ഇമ്പ്രൂവ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങൾ കുറച്ച് ചിലപ്പോൾ കണ്ടായിരിക്കും. സാംസങ് ഫോണുകളെ മെയിനായിട്ട് ആൻഡ്രോയിഡ് ഫോണുകളെ മെയിനായിട്ടുള്ള കുറച്ച് ലീക്കുകൾ, അതായത് ലൂപ്പ് ഹോൾസുകൾ, നമ്മുടെ സൈബർ ഫ്രോഡ് നടത്താൻ പറ്റുന്ന കുറച്ച് എന്താ പറയുക ലൂപ്പ് ഹോൾസ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ പരിപാടികൾ കുറേ റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഗ്ലോബലി റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫിക്സുകളും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 400 ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് സംഭവം കാണിച്ചാൽ ആകെ 500 MB സൈസാണ് വന്നിട്ടുള്ളൂ. ഇതാണ് ആ അപ്ഡേറ്റ് വന്നേക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള മെയിൻ സംഭവങ്ങളൊന്നുമില്ല. അതായത് ഡിവൈസസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ഇംപ്രൂവ്ഡ് സെക്യൂരിറ്റി. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ അപ്ഡേറ്റിംഗ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡൗൺഗ്രേഡ് ടു ദ ഓൾഡ് സോഫ്റ്റ്വെയർ ബിക്കോസ് ഓഫ് ദ അപ്ഡേറ്റ്സ് ടു ദ സെക്യൂരിറ്റി പോളിസി. അപ്പോൾ ഡൗൺഗ്രേഡ് ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യേണ്ട കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് ഡിപ്പെൻസ്, അത് ഓൾറെഡി മാറും. അത് നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് മാറും. ഇതിൻ്റെ മോഡൽ നെയിം വേണമെങ്കിൽ ഞാൻ പറയാം. ZE1 ആണ് ലാസ്റ്റ് വരുന്നത്. S6 ZE1 അതാണ് പേര് വന്നത്. 5th May 2026 സെക്യൂരിറ്റി വെച്ച് അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത് കേട്ടോ. ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് അപ്ഡേറ്റ് അത്യാവശ്യം നല്ല അപ്ഡേറ്റ് ആയിരുന്നുണ്ടായിരുന്ന ബഗ് ഫിക്സുകളും അതുപോലെ തന്നെ എനിക്ക് ആക്ച്വലി ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ അപ്ഡേറ്റിന് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് സൈസുള്ള അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്തവർക്ക് കുറേ പേരുടെ മിക്ക ആൾക്കാരുടെയും ബഗ്ഗുകളും ഇഷ്യൂസ് ഉണ്ടായിരുന്നൊക്കെ സോൾവ് ആയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഈ ബഗ് ഇഷ്യൂ പോലെ നിങ്ങൾക്ക് അറിയാലോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്ന ഒരു ഐഡിൽ ടൈം ട്രെയിനിങ് ഉണ്ട്, അത് ചെറുതായിട്ട് അത് ആക്ച്വലി ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തൊന്നും നമ്മൾ ഐഡിൽ ടൈം വെച്ചപ്പോൾ ഒന്നും വലിയ കാര്യമായിട്ട് ഡ്രോപ്പ് ആയിട്ടുള്ളൂ. 1% ഡ്രോപ്പ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ ആക്ച്വലി ഇതിൽ നമ്മുടെ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതും ഈ ടൈപ്പ് ഫുൾ ടൈം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഫുൾ സ്ക്രീൻ, അതിൽ വരുന്ന മോഡൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഐഡിൽ ടൈം ഭയങ്കരമായിട്ട് ആ ഇഷ്യൂസ് സോൾവ് ആയിട്ടുണ്ട്. എനിക്ക് അതല്ലാണ്ട് വലിയ കാര്യമുള്ള ബഗ്സും സംഭവമൊന്നും നമുക്ക് ലാസ്റ്റ് അപ്ഡേറ്റിനേഷൻ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പത്തെ അപ്ഡേറ്റിൽ കഴിഞ്ഞ മുമ്പത്തെ മാസത്തെ അപ്ഡേറ്റിലൊക്കെ അത്യാവശ്യം ബഗ്ഗുകൾ കുറേ പേർക്കൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറ അപ്ഡേറ്റിൽ അതുപോലെ തന്നെ ഫ്രീസിങ് ചിലവർക്കൊക്കെ ഉണ്ടാകുന്നുള്ളൂ, എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. എനിക്ക് ഉണ്ടാകുന്നില്ല കേട്ടോ. ഞാൻ അവിടെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ബഗ്ഗുകൾ കുറവായെന്ന് കിട്ടുന്നുണ്ടായിരുന്നത്. പറയുമ്പോൾ ഞാൻ ആക്ച്വലി 8.5 ബീറ്റ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിന് സ്റ്റേബിൾ അപ്ഡേറ്റിലേക്ക് ഓട്ടോ കൺവേർഷൻ ആവുക ചെയ്തത്. ഇനിയിപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണോന്ന് അറിയില്ല. എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ബഗ്ഗുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഇതുപോലെ ഐഡിയൽ ടൈം ട്രെയിനിങ് ചെറുതായിട്ട്, ഭയങ്കര ഓവറായിട്ടൊന്നുമില്ല. ഞാൻ ഇതിലിപ്പോൾ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം കാണിക്കുമെന്ന് അറിയാം. ഞാൻ ഇടയ്ക്ക് ചാർജർ കുത്താറുണ്ട്. ഇതിൽ ഇന്നലത്തെ സ്ക്രീൻ ഓൺ ടൈം ഞാൻ ഇല്ല, ഓൾമോസ്റ്റ് നമുക്കൊരു 7 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടിന്യൂസ്ലി നോക്കുകയാണെങ്കിൽ 7 to 8 മണിക്കൂർ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു 5000 mAh അല്ലല്ലോ. പിന്നെ ഇത്രയും വലിയ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പോരാത്ത ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാവശ്യം ഓൾവേസ് ഓൺ സ്ക്രീൻ ഓൺ ടൈം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കിയിടാറുണ്ട്. ഈ ഫുൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ റീസെൻ്റ്ലി ഇന്നലെയാണ് ഞാൻ ഓൺ ആക്കിയിട്ടുള്ളൂ. അതിന് മുമ്പ് വരെ സാധാരണ ഇത് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്ക്രീൻ ഓൺ ടൈമാണ് 7 to 8 hours എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ 45 വാട്ടിൻ്റെ ചാർജറാണ് കേട്ടോ. അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും എനിക്കൊരു റിപ്പോർട്ടല്ല നോർമലി ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് ആക്ച്വലി അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നേക്കുന്ന S26 Ultraയിലും വലിയ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ ഇവരിൽ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ S27 അറിയാം വല്ല കാര്യമായിട്ട് വല്ല ചേഞ്ചസ് ഉണ്ടോ, അറ്റ്ലീസ്റ്റ് പുതിയ സെൻസറെങ്കിലും വെക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പുതിയ സെൻസറൊക്കെ വരുന്നൊക്കെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ ക്യാമറയിലൊക്കെ ഇടിവെട്ട് ചേഞ്ചസ് വരും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവർ മാത്രം ഐഫോൺ തന്നെ അറ്റ്ലീസ്റ്റ് 17 മാറ്റം വരുത്തി, സെൽഫി ക്യാമറയിലൊക്കെ മാറ്റം വരുത്തി. ഈ സാംസങ് കുറേ കാലമായി അതും വെച്ച് 5 കൊല്ലമായിരുന്നുണ്ട്. അവരെ നോർമൽ ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് S26 സാധാരണ വരുന്നുണ്ടല്ലോ, S23, S22, S24, S25 ഒക്കെ അത് സെയിം ക്യാമറ സെൻസറിന് വെച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച്, അറ്റ്ലീസ്റ്റ് ഡിസൈൻ ചേഞ്ച് എന്തായാലും എനിക്ക് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. അറ്റ്ലീസ്റ്റ് എന്താ പറയുക, ഉള്ളിലെങ്കിലും സ്പെക്സ് എങ്കിലും ഫുള്ളായിട്ട് സെൻസേഴ്സും ഹാർഡ്വെയർ ഒക്കെ ഫുള്ളായിട്ട് ഒന്ന് മാറ്റണ്ടേ. അവന്മാർക്ക് അവരുടെ ഒന്നുമില്ല. ഞാൻ അത് കാരണം ആക്ച്വലി അപ്ഗ്രേഡ് ചെയ്യാത്തത്. ഒരു ഡിഫറൻസും ഇല്ല, വെറുതെ എന്തിനാ. അപ്പോൾ ഇത് സുഖമായിട്ട് സ്മൂത്തായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ Gen 3 ആണ്, ഒരു പ്രശ്നവുമില്ല. ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. വാറണ്ടി കഴിഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. ഞാൻ അൾട്രയൊന്നും മറ്റേ ലോഞ്ച് ആയ സമയത്തൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ആമസോണിൽ ഇതിൻ്റെ പകുതി പ്രൈസ് ഓഫർ വരുമല്ലോ, ആ ടൈമിലാണ് അൾട്രാ സീരീസ് ഒക്കെ വാങ്ങിക്കാറുള്ളത്. രണ്ട് വാങ്ങിക്കാറൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും ഹൈ പ്രൈസിൽ ഫോൺ വാങ്ങിച്ചതിൻ്റെ S200 Pro ആണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വാങ്ങിക്കും. ഇതൊക്കെ നമ്മൾ ആക്ച്വലി ഓഫർ വന്നൊക്കെ 70 രൂപയ്ക്കാണ്, ആ റേഞ്ചിലൊക്കെ. അതുപോലെ തന്നെ S23 അൾട്ര വാങ്ങിച്ചതും 60 രൂപയ്ക്കാണ് ഉണ്ടായിരുന്നു. അത് ഫുൾ പ്രൈസിലൊന്നും നമുക്ക് വാങ്ങിക്കാറില്ല കേട്ടോ, ഓഫറൊന്നും വാങ്ങിക്കാറില്ല. പക്ഷേ എൻ്റെ പ്രൈമറി ഡിവൈസ് സാംസങ് തന്നെ കേട്ടോ. എന്താ വെച്ചാൽ സാംസങ്ങിൻ്റെ ഇക്കോസിസ്റ്റം എൻ്റെ ഉണ്ട്. അത് മാത്രമല്ല, എനിക്ക് ആക്ച്വലി സാംസങ്ങിൻ്റെ നോക്സ് സെക്യൂരിറ്റി ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം സേഫാണ് അവരുടെ നോക്സ് സെക്യൂരിറ്റി. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ സാംസങ് വാലറ്റ് ആ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രൈമറി ഡിവൈസ് മാറ്റാറില്ല, സാംസങ് തന്നെയാണ്. ഇതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ കൊല്ലാണ്ട് ഞാൻ മാറ്റിയിട്ട് S200 Pro ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെയും ഇതിലേക്ക് തന്നെ മാറിയിട്ടാണ്. വിവോൻ്റെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല, മിഞ്ഞാന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. വിവോയുടെ നമ്മുടെ ഈ X300ൻ്റെ ഒരു എനിക്ക് കുറേ നെഗറ്റീവ്സുകളുണ്ട്. S200 Pro സീരീസിൽ X200 സീരീസ് ഇറങ്ങിയപ്പോൾ നല്ലതായിരുന്ന കുറേ പരിപാടികൾ അവർ ഇതിലാകെ അലമ്പാക്കി വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ബഗ്ഗുകൾ, ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ബഗ്ഗിൻ്റെ പൂരായിരുന്നു ഇതിൽ. അപ്പോൾ പിന്നെ ഇതിൽ സൈസ് കുറച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അതിൽ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വിവോൻ്റെ നമ്മുടെ ഒറിജിൻ വോയിസ് ആയെങ്കിലും ഇപ്പോൾ ഞാൻ നമ്മുടെ ഓക്സിജൻ വോയിസ് അല്ലെങ്കിൽ കളർ വോയിസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം ഭയങ്കര പിറകിലാണ് എപ്പോഴും. അപ്പോൾ നല്ലപോലെ ചേഞ്ചസ് വരാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നിങ്ങൾ S24, S25, S26 എന്തായാലും വന്നിട്ടുണ്ടായിരിക്കും. ഈ 3 സീരീസുകൾക്ക്, അതുപോലെ തന്നെ ബാക്കിയുള്ള A സീരീസുകൾക്ക് പിന്നെ Z സീരീസുകൾക്കൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മെയിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. മെയിനായിട്ടുള്ള സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ്, ചെയ്യാൻ മറക്കണ്ട. ഇതിന് താഴെയുള്ള ആൾക്കാർ ഒന്ന് പതുക്കെ ചെയ്താൽ മതി, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കൗണ്ടർ പോകുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റ് jmd.banksupport. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സോ ബാങ്ക് ലോൺസ് ഒക്കെ ഈസിയായിട്ട് നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിൽ എലിജിബിലിറ്റി മിങ്കോടൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് നോക്കാൻ മറക്കണ്ട, അറ്റ്ലീസ്റ്റ് ഒന്ന് കയറി നോക്കാമെങ്കിലും മറക്കണ്ട. jmd.banksupport. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, നമ്മളെല്ലാ കൗണ്ടർ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെയ്യാം, അടുത്തില്ലാണോ.